ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മഹാനായ അഹ്മദ് അൽ കബീർ റിഫായി ചരിത്രം നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അടുത്ത വീഡിയോ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കുത്തുബുകളിൽ ഒരാളാണ് ഷെയ്ഖ് റിഫായി. ഔസ് എന്ന പദവിയും കരഗതമാക്കിയ മഹാനവർകൾ ഔലിയാക്കളുടെ നേതാവായി ലോകത്ത് അറിയപ്പെട്ടു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വിശുദ്ധ നാമങ്ങൾ നൽകിയിട്ടുണ്ട്. അഹ്മദുർ റിഫായി, സുൽത്താനുൽ ആരിഫീൻ, സയ്യിദുൽ മശായിഖ്, സ്വലാഹുദ്ദീൻ, അബൂ സാലിഹ് എന്നിവ അതിൽപ്പെടുന്നു. ഖിലാദത്തുൽ ജവാഹിർ. ഷെയ്ഖിന്റെ ജീവിതകാലം മുസ്ലിം ലോകത്തിന്റെ, വിശിഷ്യ ഇറാഖിന്റെ സുവർണകാലമായിരുന്നു. നിരവധി ആരിഫീങ്ങളും ഔലിയാക്കളും ഷെയ്ഖിന്റെ സമകാലികരായി ഉണ്ടായിരുന്നു. ആ മഹാന്മാരുടെ നേതൃത്വത്തിൽ മുസ്ലിംകൾ ഐക്യത്തോടെ ജീവിച്ചു. ഔലിയാക്കളുടെ ഉന്നത വ്യക്തിത്വം അമുസ്ലിംകളെ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് എത്തിച്ചു. രാഷ്ട്രീയമായും സാമുദായികമായും കൂടുതൽ ശക്തി പ്രാപിച്ചു വന്നപ്പോഴും സമുദായം ശിഥിലമായി പോകാതിരുന്നത് ആത്മീയ നേതാക്കളുടെ സാന്നിധ്യം കൊണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ തഫ്സൂൻജിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട ഒരു സ്വാലിഹായ മനുഷ്യനുണ്ടായിരുന്നു. അതിസൂക്ഷ്മതയുള്ള ആളായിരുന്നു അദ്ദേഹം. ഒരു ദിവസം താനൊരു സ്വപ്നം കണ്ടു. ധാരാളം വാഹനങ്ങൾ, അതിൽ നിറയെ ആളുകളുമായി നമ്മുടെ ഗ്രാമത്തിലേക്ക് വരുന്നത് ഞാൻ കണ്ടു. അവകളിലെല്ലാം ഓരോ കൊടിയും കെട്ടിയിട്ടുണ്ട്. മറ്റൊരു വലിയ വാഹനം വന്നു. അതിൽ 2 കൊടികൾ കെട്ടിയിട്ടുണ്ട്. അതിന്റെ മുൻഭാഗത്ത് വലിയൊരു മഹാനിരിക്കുന്നു. അവർ കാൽമുട്ടിൽ തലവെച്ചാണ് ഇരിക്കുന്നത്. ഞാൻ ആകെ പരിഭ്രമിച്ചു പോയി. ഞാൻ അടുത്തുള്ള ഒരാളോട് വിവരങ്ങൾ തിരക്കി. നിങ്ങൾ അവരെയൊന്നും അറിയില്ലേ? ചെറിയ വാഹനത്തിൽ വന്നവർ ത്വരീഖത്തിന്റെ മശായിഖുമാരാണ്. അവർ അവരുടെ മുരീദന്മാരെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. അവസാനം വന്ന വലിയ വാഹനം അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റേതാണ്. ആ വാഹനത്തിൽ നാട്ടിലുള്ള എല്ലാവരെയും കയറ്റിക്കൊണ്ടുപോയി. ആദ്യം വന്നവർ അവർക്ക് വേണ്ടപ്പെട്ടവരെ മാത്രം കൊണ്ടുപോയപ്പോൾ ഷെയ്ഖ് അവറുകൾ നാട്ടിലുള്ള എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി. എല്ലാ കുറവുകളും നികത്തുന്നവരാണ് ഞാൻ എന്ന് ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ട്. ഖിലാദത്തുൽ ജവാഹിർ. സിംഹം ഷെയ്ഖുമായി സംസാരിച്ച സംഭവം ഖിലാദത്തിൽ കാണാം. ഈ സിംഹം പർണശാലയിൽ ഹൗദിലേക്ക് വെള്ളം വലിച്ചിരുന്ന കാളയെ കൊന്നു തിന്നുകയുണ്ടായി. കാളയെ നോക്കിയിരുന്ന ആൾ ഓടി രക്ഷപ്പെട്ട് ഷെയ്ഖിനോട് സംഭവം പറഞ്ഞു. എന്നാൽ കൽപ്പന പ്രകാരം ചെയ്തിരുന്ന ജോലി സിംഹം ഏറ്റെടുത്തുവെന്ന് തുടർന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖിലാദത്ത് പേജ് 93. ഷെയ്ഖ് തഖിയുദ്ദീൻ അലി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഷെയ്ഖ് റിഫായിയും ശിഷ്യന്മാരും കടപ്പുറത്ത് ഇരിക്കുകയായിരുന്നു. ഷെയ്ഖ് അവറുകൾ പറഞ്ഞു, നമുക്കിപ്പോൾ ചുട്ട മാംസം കിട്ടിയിരുന്നെങ്കിൽ. ഷെയ്ഖ് ഇത് പറയേണ്ട താമസം വിവിധ മത്സ്യങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരയിലേക്ക് എടുത്തു ചാടി. മുമ്പൊന്നും കാണാത്ത മത്സ്യങ്ങളാണ് തീരത്തോട് അടുത്തു വന്നത്. മുരീദന്മാർ അവകളെ ചുട്ട് ഷെയ്ഖും എല്ലാവരും കൂടി കഴിച്ചു. ഇടക്കൊരു മുരീദ് ചോദിച്ചു, മഹാനവറുകളെ, അള്ളാഹുവിന്റെ സാമീപ്യം നേടിയ ഒരാളുടെ പ്രത്യേകത എന്താണ്? മറുപടി പറഞ്ഞു, സൃഷ്ടികളിൽ കൈകാര്യകർത്തൃത്വത്തിന് അധികാരം നൽകലാണ്. അതിലൊരു ദൃഷ്ടാന്തം കാണിച്ചു തരാൻ ആവശ്യപ്പെട്ടു. ഷെയ്ഖ് മത്സ്യ അവശിഷ്ടങ്ങളിലേക്ക് കൈചൂണ്ടി പറഞ്ഞു, മീനുകളെ, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നിങ്ങൾ എഴുന്നേറ്റു പോകുക. ഉടനെ തന്നെ മത്സ്യങ്ങൾ എല്ലാം പൂർവസ്ഥിതി പ്രാപിച്ചു സമുദ്രത്തിലേക്ക് ചാടി വെള്ളത്തിൽ മറഞ്ഞു. അൽ ബുർഹാനുൽ മുഅയ്യദ് പേജ് 10. അള്ളാഹുവെ, ഞങ്ങളെ മഹാനായ റിഫായി ഷെയ്ഖിന്റെ യഥാർത്ഥ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി ഈമാനും തഖ്വയും തന്ന് അനുഗ്രഹിച്ച് രോഗങ്ങൾ ശിഫയാക്കി ആവശ്യങ്ങൾ നിറവേറ്റി അവസാനം നിന്റെ ഔലിയാക്കളോടുകൂടെ മുത്തനബി തങ്ങളുടെ ഹദ്റത്തിലെത്തി നിന്റെ സ്വർഗാവകാശികൾ ആക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ.